ഇന്നത്തെ വീഡിയോയിൽ 1 കിലോ വെയിറ്റ് വരുന്ന പൈനാപ്പിൾ കേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 തവണ അരിച്ചെടുക്കാം. അതേപോലെ ഒരു 3 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഒരു 1/2 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ യോക്ക് കുറേശ്ശെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ടൈം തന്നെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അല്പം മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ അടിയിലൊരു തട്ടും വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അല്പം ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് ടിന്നിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടൊക്കെ നന്നായി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ പൈനാപ്പിൾ ജെല്ല് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി നിങ്ങളുടെ ഈ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവാണ്. അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഈ കോൺഫ്ലവറൊക്കെ ഇതിലും നന്നായി മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കിയ ശേഷം അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് തുടരെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 3-4 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി. ഇത് ചൂടാറുമ്പോൾ അല്പം കൂടി തിക്കാവും. ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 1/3 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് തന്നെ വെള്ളവും 1/3 കപ്പ് പൈനാപ്പിളും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടൊക്കെ മാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് ഈ പൈനാപ്പിളും സിറപ്പും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ജെല്ല് ചൂടൊക്കെ മാറി ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനി ഈ കേക്ക് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഈ പൈനാപ്പിൾ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 2-3 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജെല്ല് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിന് മുകളിൽ ഈ പൈനാപ്പിളിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം.
സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. മുകളിൽ അല്പം കൂടുതൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഈ നൈഫ് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം സൈഡിലും ഇതേപോലെ ക്രീം ആക്കി കൊടുക്കാം. സൈഡിൽ ഇതേപോലെയുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ജെല്ല് ഒഴിച്ചു കൊടുക്കാം. ഇത് പാലറ്റ് നൈഫ് വെച്ചിട്ട് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്യുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കുക. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ നൂറിൻ്റെ N1 നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് യെല്ലോ ക്രീമും വൈറ്റ് ക്രീമും ചേർത്ത് ഇതേപോലെ റോസറ്റ്സ് ഫ്ലവർ വരച്ചു കൊടുക്കാം. താഴെ ബോർഡറും ഈ നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരല്പം ചെറീസും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തണുപ്പിച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.